ജി സുധാകരന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തോടെ സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലാണ് CPM. ആലപ്പുഴയ്ക്ക് പിന്നാലെ CPM ശക്തി കേന്ദ്രങ്ങളായ കൊല്ലത്തും കണ്ണൂരും പാർട്ടിയെ വെല്ലുവിളിച്ച് നേതാക്കൾ രംഗത്ത് വരുന്നുണ്ട്. ഇത് പാർട്ടിക്ക് വലിയ തലവേദനയാകുന്നുണ്ട് എന്നുള്ളതാണ്. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുകയാണ്. പ്രശാന്ത്, ജി സുധാകരന്റെ പുറത്തുപോക്ക് അല്ലെങ്കിൽ പുറത്തേക്കുള്ള പോക്ക് അതൊരു ചെറിയ പോക്കായിരുന്നില്ല. പാർട്ടിയെ പൂർണ്ണമായും പ്രതിരോധത്തിലാക്കിക്കൊണ്ട് ജില്ലയിൽ CPMന്റെ അസ്ഥിഭാരം തന്നെ ഇളക്കിക്കൊണ്ടുള്ള ഒരു പോക്കാണ് നടത്തിയത്. പക്ഷേ അതിന്റെ അലയൊലികൾ മറ്റു ജില്ലകളിലും പ്രകടമാണ്. മറ്റു കൂടുതൽ നേതാക്കൾ ഈ വിഷയത്തിൽ പാർട്ടിക്കെതിരെ രംഗത്ത് എത്തുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്താണ് നിലവിലത്തെ സാഹചര്യം? രാഖി, പാർട്ടിയെ തന്നെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് ജി സുധാകരന്റെ പാർട്ടിയെ വെല്ലുവിളിക്കുന്നതും തുടർന്ന് സ്ഥാനാർത്ഥി പ്രഖ്യാപനം അടക്കമുള്ളവ അതോടൊപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് പറഞ്ഞതടക്കമുള്ള കാര്യങ്ങളെല്ലാം പാർട്ടിക്ക് ഇപ്പോൾ വലിയ രീതിയിൽ തലവേദന സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാകും, കഴിഞ്ഞ കുറെ കാലങ്ങളായി, അതായത് ഈ ഒരു കുറച്ചു കാലമായി CPMൽ വലിയ രീതിയിൽ വിഭാഗീയത രൂക്ഷമാകുന്ന ഒരു സാഹചര്യമുണ്ട്. നേരത്തെ CPM അവകാശപ്പെട്ടിരുന്നത് പിണറായി വിജയന്റെ ഭരണത്തിൽ, അല്ലെങ്കിൽ പിണറായി വിജയൻ ഈ നേതൃത്വം ഏറ്റെടുത്തതിനൊക്കെ ശേഷം വിഭാഗീയതയെ പൂർണ്ണമായും ഇല്ലാതാക്കി എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഈ നേതാക്കളെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ നമുക്ക് കാണാം, ഈ CPMന്റെ തന്നെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രമായിട്ടുള്ള കണ്ണൂർ എന്ന് പറയുന്ന കണ്ണൂരും അതോടൊപ്പം തന്നെ ആലപ്പുഴയിലും പാലക്കാടും പിന്നീട് കൊല്ലവും അടക്കമുള്ള എല്ലാ ജില്ലകളിലും വിഭാഗീയത രൂക്ഷമാകുന്ന ഒരു സാഹചര്യമുണ്ട്. നേതൃത്വത്തെ തന്നെ തിരുത്തിക്കൊണ്ട് പ്രാദേശിക നേതൃത്വം രംഗത്തെത്തുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. കഴിഞ്ഞ സമ്മേളന കാലയളവ് നമ്മളത് കണ്ടതാണ്. ഈ സംസ്ഥാന സമ്മേളനത്തിന്റെ കാലയളവിൽ വിവിധ ജില്ലകളിൽ നടന്ന ജില്ലാ സമ്മേളനങ്ങളിലെല്ലാം നേതൃത്വത്തിനെതിരെ രൂക്ഷമായ വിമർശനം ഉണ്ടായിരുന്നു. അതിന്റെ ചുവട് പിടിച്ചുകൊണ്ടാണ് തുടർന്നിങ്ങോട്ട് വലിയ രീതിയിലുള്ള വിഭാഗീയത രൂക്ഷമാകുന്ന സാഹചര്യമുണ്ട്. എല്ലായിടത്തും നേതൃത്വത്തിനെതിരെയാണ്, ജില്ലാ നേതൃത്വത്തിനെതിരെയും സംസ്ഥാന നേതൃത്വത്തിനെതിരെയുമൊക്കെയാണ് ഇത്തരത്തിൽ പ്രതിഷേധങ്ങളും ഈ അടക്കമുണ്ടായിരുന്നത്. അതായത് ഇത്തരത്തിൽ നേതൃത്വത്തിനെതിരെ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. എന്തായാലും അതിനുശേഷമാണ് ഇങ്ങോട്ട് മുതിർന്ന നേതാവായിട്ടുള്ള ജി സുധാകരന്റെ ഈ തുറന്നു പറച്ചിലൊക്കെ ഉണ്ടാകുന്നത് പാർട്ടി നേതൃത്വത്തിനെതിരെ. തുടർന്ന് സുധാകരനും നേതൃത്വവും തമ്മിൽ ഇങ്ങനെ വാക്പോര് തുടരുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. പലതവണ സുധാകരനെ അപമാനിക്കാൻ ശ്രമിച്ചു. മാത്രമല്ല, സുധാകരനെ പോലൊരു നേതാവിനെ മത്സര രംഗത്ത് നിന്ന് അടക്കം വിലക്കി. മാത്രമല്ല, ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയിൽ പങ്കെടുക്കുന്ന പരിപാടികളൊന്നും സുധാകരനെ ക്ഷണിക്കാറില്ലായിരുന്നു, സുധാകരനെ അറിയിക്കാറില്ലായിരുന്നു. ഇതെല്ലാം സുധാകരനും വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് സുധാകരൻ ഈ നേതൃത്വത്തിനെതിരെ തുറന്നു പറഞ്ഞുകൊണ്ട് രംഗത്തെത്തുന്ന സാഹചര്യമൊക്കെ ഉണ്ടായത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്, പത്രസമ്മേളനത്തിൽ വലിയ രീതിയിൽ വിമർശനങ്ങൾ ഉന്നയിക്കുകയും തുറന്നടിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതിനുശേഷമാണ് മത്സര രംഗത്തേക്കെന്ന രീതിയിലേക്ക് ഇപ്പോൾ സുധാകരൻ ഇറങ്ങിയിരിക്കുന്നത്. അനുനയ നീക്കങ്ങൾ പലകുറി കഴിഞ്ഞതാണ്. ജില്ലാ നേതാക്കൾ അടക്കമുള്ളവർ, സംസ്ഥാന നേതാക്കൾ അടക്കമുള്ളവർ സുധാകരനെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചെങ്കിൽ പോലും അത് നടന്നില്ല. തുടർന്ന് സുധാകരന്റെ നയം വ്യക്തമാക്കിക്കൊണ്ട് പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. ഈ ഒരു നിലവിലെ സാഹചര്യം എന്ന് പറയുന്നത്, ഈ വിഭാഗീയതയെല്ലാം രൂക്ഷമായ സാഹചര്യം എന്ന് പറയുന്നത് നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന സാഹചര്യത്തിലാണ്. CPM അവകാശപ്പെടുന്നത് മൂന്നാമതും പിണറായി സർക്കാർ അധികാരത്തിൽ വരും, അല്ലെങ്കിൽ മൂന്നാമതും CPM അധികാരത്തിൽ വരുമെന്ന ഇതാണ് ഇവർ അവകാശപ്പെടുന്നത്. അങ്ങനെ അവകാശപ്പെട്ടുകൊണ്ട് PR വർക്കുകളൊക്കെ നടത്തിക്കൊണ്ട് നാടും നഗരവും പോസ്റ്റർ എഴുതുകയും വലിയ രീതിയിൽ പത്രങ്ങളിലും മറ്റു മാധ്യമങ്ങളിലും അടക്കം PR വർക്ക് നടത്തിക്കൊണ്ട് പോകുന്നതിനിടയിലാണ് ഇത്തരത്തിൽ തിരിച്ചടി സുധാകരന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം അല്ലേ? അത് CPMനെ അമ്പെ പരാജയപ്പെടുത്തുന്ന, അല്ലെങ്കിൽ അമ്പെ ഒരു പടുകൂടിയിലേക്ക് തള്ളിവിടുന്ന രീതിയിലുള്ള ഒരു നീക്കമാണ് ജി സുധാകരൻ നടത്തിയത്. അദ്ദേഹം ഒളിഞ്ഞും തെളിഞ്ഞുമെല്ലാം പാർട്ടിയെ അങ്ങേയറ്റം രൂക്ഷമായി തന്നെ വിമർശിക്കുകയായിരുന്നു.